മഹാത്മാഗാന്ധിജി ഗുജറാത്തിലെ പോർബന്തറിലുള്ള സുദാമപുരി ഗ്രാമത്തിൽ പിതാവ് കരംചന്ദ് ഗാന്ധിയുടെയും മാതാവ് പുത്ലിബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2-നാണ് മഹാത്മാഗാന്ധിജി ജനിക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഇന്റർനാഷണൽ നോൺ വയലൻസ് ഡേ ആയി ആചരിക്കുന്നു. ഗാന്ധിജിയുടെ ഗോത്രനാമമാകുന്നു, അതായത് ഗാന്ധിജിയുടെ സമുദായ നാമമാകുന്നു ബനിയ. കുടുംബ വീടാകുന്നു കീർത്തി മന്ദിർ. ഗാന്ധിജിയുടെ പൂർണ്ണനാമമാകുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരാകുന്നു കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ 14-ാമത്തെ വയസ്സിലാണ് കസ്തൂർബയുമായുള്ള വിവാഹം നടക്കുന്നത്. ആ സമയത്ത് കസ്തൂർബയുടെ പ്രായം 13 ആയിരുന്നു. ഗാന്ധിജിയുടെ മക്കളാകുന്നു ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. മഹാത്മാഗാന്ധിജി 1888 അതായത് അദ്ദേഹത്തിന്റെ 19-ാം വയസ്സിലാണ് ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിയമപഠനത്തിന് ചേരുന്നത്. അദ്ദേഹം 1891 അതായത് അദ്ദേഹത്തിന്റെ 22-ാമത്തെ വയസ്സിൽ ലണ്ടനിൽ നിന്നും നിയമബിരുദം നേടി ബാരിസ്റ്ററായി. ബാപ്പു, ബാപ്പുജി, മഹാത്മാ എന്നീ പേരുകളിലും ഗാന്ധിജി അറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയുടെ അതായത് മഹാത്മാഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാകുന്നു എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ നാടകത്തിന്റെ പേരാകുന്നു ഹരിചന്ദ്ര നാടകം. മഹാത്മാഗാന്ധിജി 1893 അതായത് അദ്ദേഹത്തിന്റെ 24-ാമത്തെ വയസ്സിൽ സൗത്ത് ആഫ്രിക്കയിലുള്ള ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയിൽ ലോ പ്രാക്ടീഷണറായി ജോയിൻ ചെയ്തു. ആ സമയത്ത് അതായത് 1893 മഹാത്മാഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ നിന്നും വിക്ടോറിയയിലേക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് താൻ ഒരു കറുത്തവർഗക്കാരനാണ് എന്ന കാരണത്താൽ അവിടുത്തെ വെള്ളക്കാരായ ഉദ്യോഗസ്ഥർ പീറ്റർ മാരിസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്നും പിടിച്ചു പുറത്താക്കി. അന്ന് അദ്ദേഹം ആ റെയിൽവേ സ്റ്റേഷനിൽ തങ്ങുകയാണുണ്ടായത്. ആ സമയത്ത് ഗാന്ധിജി എടുത്ത ശക്തമായ തീരുമാനമായിരുന്നു, ഇവിടത്തെ വർണ്ണവിവേചനത്തിനെതിരെ ഞാൻ പോരാടും. തൊട്ടടുത്ത വർഷം തന്നെ അതായത് 1894 മഹാത്മാഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണ വിവേചനത്തിനെതിരെ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ പേരാകുന്നു നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയാകുന്നു സൗത്ത് ആഫ്രിക്ക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയാകുന്നു സൗത്ത് ആഫ്രിക്ക. 1901 മഹാത്മാഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മഹാത്മാഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വർഷമാകുന്നു 1901. 1903 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ വച്ചിട്ടാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പത്രം ഹിന്ദി, ഇംഗ്ലീഷ്, ഗുജറാത്തി, തമിഴ് എന്നീ ഭാഷകളിലാണ് പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകത്തിന്റെ പേരാകുന്നു ആൻഡ് ടു ദിസ് ലാസ്റ്റ്. ആൻഡ് ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് ജോൺ റസ്കിൻ ആകുന്നു. ഈ പുസ്തകത്തിന്റെ ഗുജറാത്തി പരിഭാഷയിൽ ഈ പുസ്തകത്തിന്റെ പേര് വരുന്നത് സർവോദയം എന്നാകുന്നു. ആൻഡ് ടു ദിസ് ലാസ്റ്റ് എന്നുള്ളതിന്റെ ഡയറക്റ്റ് മലയാളം മീനിങ് ചോദിച്ചാൽ ഈ അന്ത്യം വരെ എന്നാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകം എന്ന് പറയുന്നത് ജോൺ റസ്കിന്റെ ആൻഡ് ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകമാകുന്നു. ഫീനിക്സ് സെറ്റിൽമെന്റ്. ഫീനിക്സ് സെറ്റിൽമെന്റ് എന്നത് മഹാത്മാഗാന്ധിജി 1904 സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ സ്ഥാപിച്ച ഒരു ഫാമും ആശ്രമവും കൂടിയ ഒരിടമാകുന്നു. 100 ഏക്കർ സ്ഥലത്തായിട്ടാണ് ഗാന്ധിജി ഇത് സ്ഥാപിച്ചത്. ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം നടത്തുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ്. വർഷം 1906. 1906 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് മഹാത്മാഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം നടത്തുന്നത്. എന്നാൽ മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എന്നത് 1917 ബീഹാറിൽ വെച്ച് നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാകുന്നു. മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എന്നത് 1917 ബീഹാറിൽ വെച്ച് നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാകുന്നു. 1907 മഹാത്മാഗാന്ധിജി തന്റെ 38-ാം വയസ്സിൽ ബ്രഹ്മചര്യം ജീവിതവ്രതമാക്കി. മഹാത്മാഗാന്ധിജി തന്റെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് ഗുജറാത്തി ഭാഷയിൽ രചിക്കുന്നത് 1909. 1909 മഹാത്മാഗാന്ധിജി തന്റെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് ഗുജറാത്തി ഭാഷയിൽ രചിക്കുന്നത്. മഹാത്മാഗാന്ധിജി 1910 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ തുടങ്ങിയ ആശ്രമത്തിന്റെ പേരാകുന്നു ടോൾസ്റ്റോയ് ഫാം. മഹാത്മാഗാന്ധിജി 1910 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ തുടങ്ങിയ ആശ്രമത്തിന്റെ പേരാകുന്നു ടോൾസ്റ്റോയ് ഫാം. മഹാത്മാഗാന്ധിജി 1915 ജനുവരി 9 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. മഹാത്മാഗാന്ധിജി 1915 ജനുവരി 9 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. 2003 മുതൽ ജനുവരി 9 പ്രവാസി ദിനമായി നമ്മൾ ആചരിക്കുന്നു. മഹാത്മാഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ.
മഹാത്മാഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത് 1916 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ചാണ്. മഹാത്മാഗാന്ധിജി പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി എന്നത് 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ടാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1918 ഖേദ സത്യാഗ്രഹം, 1918 തന്നെ അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, ഇതിനെല്ലാം തന്നെ നേതൃത്വം വഹിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. ഈ സത്യാഗ്രഹ സമരങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിന് കാരണമാകുന്നത് തീൻ കാത്തിയ നിയമം ആകുന്നു. തീൻ കാത്തിയ നിയമം എന്താണെന്ന് പറഞ്ഞു തരാം. ഹിന്ദിയിൽ തീൻ എന്ന് പറഞ്ഞാൽ 3 എന്നാണ് അർത്ഥമെന്ന് നമുക്കറിയാമല്ലോ. അതായത് തീൻ കാത്തിയ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ 3 ഭാഗം നീലം കൃഷി ചെയ്യണമെന്ന ബ്രിട്ടീഷുകാരുടെ നിയമത്തിനെതിരെ 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ വെച്ച് മഹാത്മാഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാകുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ പ്രധാന സമരമാകുന്നു ഖേദ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹം നടക്കുന്നത് 1918 1918 ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകരുടെ മേൽ ബ്രിട്ടീഷുകാർ ചുമത്തിയ അമിത നികുതിക്കെതിരെ ഗാന്ധിജി നയിച്ച സത്യാഗ്രഹ സമരമാകുന്നു 1918 ഖേദ സത്യാഗ്രഹം. 1918 തന്നെ നടന്ന അഹമ്മദാബാദ് മിൽ പണിമുടക്കിനും നേതൃത്വം വഹിച്ചത് മഹാത്മാഗാന്ധിജിയാകുന്നു. കർഷകർക്ക് കൊടുത്തിരുന്ന വളരെ കുറഞ്ഞ വേതനത്തിനെതിരെയും അതുപോലെ അവർക്ക് കൊടുത്തിരുന്ന പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതിനെ തുടർന്നും ഗാന്ധിജി മരണം വരെ ആദ്യമായി നിരാഹാര സമരം നടത്തിയ സമരം കൂടിയാകുന്നു 1918 അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. മഹാത്മാഗാന്ധിജിയുടെ ഈ സത്യാഗ്രഹ സമരത്തെ തുടർന്ന് തൊഴിലാളികൾക്ക് 35% ശമ്പള വർധനവ് കിട്ടി. ഗാന്ധി ഇൻ ചമ്പാരൻ എന്ന ബുക്ക് എഴുതിയത് DG ടെൻഡുൽക്കർ ആകുന്നു. DG ടെൻഡുൽക്കർ അദ്ദേഹത്തിന്റെ ഗാന്ധി ഇൻ ചമ്പാരൻ എന്ന ബുക്കിൽ പറയുന്നു, മനുഷ്യരക്തം ഇല്ലാത്ത ഒരു പെട്ടി നീലം പോലും ഇംഗ്ലണ്ടിൽ എത്തിയിരുന്നില്ല. മഹാത്മാഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രവേശനം 1919 റൗലത്ത് സത്യാഗ്രഹ സഭയിലൂടെ ആയിരുന്നു. 1919 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു കരി നിയമമായിരുന്നു റൗലത്ത് ആക്ട്. 1919 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ബ്ലാക്ക് ആക്ട് ആയിരുന്നു റൗലത്ത് ആക്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൗലത്ത് ആക്ടിലൂടെ ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുകയും മാത്രമല്ല ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ തടവിലാക്കാനുള്ള നിയമം അനുവദിക്കുകയും ചെയ്തു. 1919 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരി നിയമമായ റൗലത്ത് ആക്ടിനെതിരെ മഹാത്മാഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനമാകുന്നു സത്യാഗ്രഹ സഭ. ഈ സത്യാഗ്രഹ സഭ സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലെ മണി ഭവനിലാകുന്നു. റൗലത്ത് ആക്ടിനെതിരെ മഹാത്മാഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹ സഭയുടെ ആസ്ഥാനം എന്നത് ബോംബെയിലെ മണി ഭവനിൽ ആകുന്നു. പിന്നീട് ഗാന്ധിജി ബോംബെയിൽ വരുമ്പോഴെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് യൂസ് ചെയ്തിരുന്നതും ഈ മണി ഭവൻ ആയിരുന്നു. 1919 മഹാത്മാഗാന്ധിജി ആരംഭിച്ച പത്രമാകുന്നു യങ് ഇന്ത്യ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ അതായത് ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാകുന്നു എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. ഇത് ഗുജറാത്തി ഭാഷയിലാണ് മഹാത്മാഗാന്ധിജി എഴുതിയിട്ടുള്ളത്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് MD ദേശായി ആകുന്നു. ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ എഴുതിയിട്ടുള്ളത് മഹാത്മാഗാന്ധിജിയുടെ 1921 വരെയുള്ള കാലയളവിൽ നടന്ന കാര്യങ്ങളാകുന്നു. മഹാത്മാഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് 1920 നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നത് 1919 റൗലത്ത് സത്യാഗ്രഹ സഭയിലൂടെ ആയിരുന്നു എന്ന്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ബഹുജന മുന്നേറ്റ രീതിയിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രവേശനം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ആയിരുന്നു. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കുകയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പ്രവേശനം റൗലത്ത് സത്യാഗ്രഹ സഭയിലൂടെ ആയിരുന്നോ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എഴുതേണ്ടത് റൗലത്ത് സത്യാഗ്രഹ സഭയിലൂടെ ആയിരുന്നു. റൗലത്ത് സത്യാഗ്രഹ സഭ എന്നുള്ളത് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഗാന്ധിജി ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചായിരുന്നു. ഗാന്ധിജി തന്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് പറയാനുള്ള കാരണം 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിൽ നടന്ന ചൗരി ചൗര സംഭവത്തോടനുബന്ധിച്ചാണ്. മഹാത്മാഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ളത് ഒരേ ഒരു സമ്മേളനത്തിൽ മാത്രമാണ്. അത് 1924 ബൽഗാം സമ്മേളനത്തിൽ വെച്ചാകുന്നു. സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് മഹാത്മാഗാന്ധിജിയാകുന്നു. വർഷം 1921. ഇനി നമുക്ക് മഹാത്മാഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ടിന് അതായത് ഉപ്പ് നിയമത്തിന് എതിരായി നടന്ന സമരമാകുന്നു ഉപ്പ് സത്യാഗ്രഹം.
ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ ഉപ്പ് കുറക്കിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഇതായിരുന്നു ഉപ്പ് നിയമം. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ട്. ഈ ഒരു ഉപ്പ് നിയമം ലംഘിക്കുവാനായി 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്യായമായ നിയമങ്ങൾ സമാധാനപരമായി എതിർക്കുകയും ലംഘിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 മാർച്ച് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികൾക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച വർഷവും ഡേറ്റും 1930 മാർച്ച് 12 എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു? 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു അന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. ഈ ഒരു സമരയാത്രയിലുടനീളം 100 കണക്കിന് ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അണിചേരുകയുണ്ടായി. 1930 ഏപ്രിൽ 5 ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 24 ദിവസം കൊണ്ട് 390 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ചത്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഒരു വർഷവും ഡേറ്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഈ ഡേറ്റുകൾ മറന്നുപോകാതെ കൃത്യമായി ഓർത്തു വയ്ക്കുക. മാർച്ച് 12 ആരംഭിച്ചു, ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിന് പോകും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഒന്ന് വായിക്കാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എന്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയിലെ, അതായത് ഉപ്പ് സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികൾ തൂവള്ള ഖാദി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് ദണ്ഡി മാർച്ചിനെ വെണ്മയുടെ ഒഴുകുന്ന നദി എന്ന് പറയപ്പെടുന്നു. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു. കേരളത്തിൽ കണ്ണൂരിലെ പയ്യന്നൂരിലും കോഴിക്കോട്ടെ ബേപ്പൂരിലും എന്നിവിടങ്ങളിലായി ഉപ്പ് സത്യാഗ്രഹം നടന്നിരുന്നു. 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ നയിച്ച കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. 32 പേരായിരുന്നു കെ കേളപ്പനോടൊപ്പം ആ യാത്രയിൽ ആദ്യം അണിചേർന്നത്. പിന്നീട് യാത്രയിലുടനീളം 100 കണക്കിന് ആളുകൾ അതിനെ അഭിഗമിക്കുകയുണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രധാന വേദി പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നു. കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് പറയുവാനുള്ള കാരണം ഗുജറാത്തിലെ ബർദോളിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുള്ള പല സമരങ്ങളും കണ്ണൂരിലെ പയ്യന്നൂരിലും സമാനതകളോട് കൂടി നടക്കുകയുണ്ടായി. അത് കാരണം കൊണ്ടാണ് കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു വരിക വരിക സഹചരെ എന്നത്. ഗാന്ധിജിയുടെ ദണ്ഡി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം. വരിക വരിക സഹചരെ എന്നുള്ള ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാകുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് TR കൃഷ്ണസ്വാമി അയ്യർ ആകുന്നു. TR കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട്ടെ തന്റെ ശിവഗിരി ആശ്രമത്തിൽ നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിരുന്നു പയ്യന്നൂർ. ഈ പയ്യന്നൂർ സത്യാഗ്രഹം, കേരളത്തിലെ ഈ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 21 പയ്യന്നൂരിലെത്തി. 1930 ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഡേറ്റുകൾ മറന്നു പോകരുത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 21 പയ്യന്നൂർ കടപ്പുറത്തുവരെത്തി. 1930 ഏപ്രിൽ 23 കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചു. എന്നാൽ ദേശീയ തലത്തിലുള്ള ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റും ഇതായിട്ട് ക്ലാഷ് ആവരുത്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12 പിന്നീട് 1930 ഏപ്രിൽ 5 ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12, ദണ്ഡി കടപ്പുറത്ത് എത്തിയ ഡേറ്റ് 1930 ഏപ്രിൽ 5, ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. അപ്പോൾ മാർച്ച് 12, ഏപ്രിൽ 5, ഏപ്രിൽ 6 വർഷമെല്ലാം സെയിം ആണ്, 1930. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി സംബന്ധിച്ചുള്ള ഡേറ്റ് പറയാം, വർഷം സെയിം തന്നെയാണ്, 1930 തന്നെയാണ്. എന്നാൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 13 പയ്യന്നൂരിലെ കടപ്പുറത്ത് എത്തിയത് ഏപ്രിൽ 21 പയ്യന്നൂരിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 23 അപ്പോൾ ഏപ്രിൽ മാസങ്ങളിലാണ് കേരളത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഏപ്രിൽ 13, ഏപ്രിൽ 21, ഏപ്രിൽ 23. എന്നാൽ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ്. മാർച്ച് 12 തുടങ്ങി, ഏപ്രിൽ 5 എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ അത് മറന്നു പോകാതെ, മാറിപ്പോകാതെ പ്രത്യേകം ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. താങ്ക്
കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, അതായത് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പോയിന്റ്സിലേക്ക് ഒന്ന് പോകാം. 1930 കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ ആയിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട PC കുഞ്ഞിരാമൻ അടിയോടി 43 ദിവസത്തെ ഉപവാസത്തിനുള്ളിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. AKG അടക്കമുള്ള നേതാക്കൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സാൾട്ട് ആക്ട്, അതായത് ഉപ്പ് നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് 1836 മുതലാണ് ഈ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ആ സമയം മുതലേ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകളും പല പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയായിട്ടാണ്, അതിൻ്റെ എല്ലാം ഒരു ആളിക്കത്തൽ എന്നോളമാണ് 1930 ഗാന്ധിജി ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ഇത്തരത്തിൽ അതിനെപ്പറ്റി അവസാനിപ്പിച്ചത്. ഓക്കെ. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നേതാവാകുന്നു രാജഗോപാലാചാരി. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗീതമായിരുന്നു വൈഷ്ണവ ജനത്തോ. ഇത് എഴുതിയത് നരസിംഹ മേത്ത ആകുന്നു. 1931 മാർച്ച് 5-നാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. ഇർവിൻ എന്നുള്ളത് ആ സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയുടെ പേരാകുന്നു. ഇർവിൻ പ്രഭുവും ഗാന്ധിജിയുമായിട്ട് നടക്കുന്ന ഉടമ്പടിയാകുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇതിൻ്റെ വർഷം 1931 മാർച്ച് 5-നാകുന്നു. ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് 2-ാം വട്ടമേശ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിജി പങ്കെടുക്കുന്നത്. ഈ 2-ാം വട്ടമേശ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിജിക്കൊപ്പം സരോജിനി നായിഡുവും മദൻ മോഹൻ മാളവ്യയും ഉണ്ടായിരുന്നു. 1932 പൂന ഉടമ്പടി എന്നത് മഹാത്മാഗാന്ധിജിയും ഡോക്ടർ BR അംബേദ്കറുമായിട്ടാണ് നടന്നത്. ഇത് നടന്ന സ്ഥലം മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള യർവാദ ജയിലിൽ വെച്ചാകുന്നു. യർവാദ ജയിലിൽ മഹാത്മാഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ BR അംബേദ്കറും മഹാത്മാഗാന്ധിജിയും തമ്മിൽ 1932 പൂന ഉടമ്പടി നടക്കുന്നത്. മഹാത്മാഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയുടെ പേരാകുന്നു വിനോബ ഭാവെ. 1940 മഹാത്മാഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുത്തത് വിനോബ ഭാവെ ആയിരുന്നു. മഹാത്മാഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് കൂടി നമുക്ക് പഠിക്കുവാനുണ്ട്. അവയാകുന്നു: മഹാത്മാഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധി മരണപ്പെടുന്നത് 1944 മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള അഗാഖാൻ കൊട്ടാരത്തിൽ തടങ്കലിലായിരിക്കവെയാണ് കസ്തൂർബ ഗാന്ധി മരണപ്പെടുന്നത്. മഹാത്മാഗാന്ധിജി മരണപ്പെടുന്നത് 1948 ജനുവരി 30 ബിർള മന്ദിരത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധിജി മരണപ്പെടുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിജി പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലുള്ള നവഗാലിയിലെ വർഗീയ കലാപങ്ങൾ ശമിപ്പിക്കുകയായിരുന്നു. ആ സമയത്തും ഗാന്ധിജി അഹിംസയും സമാധാനവും പ്രചരിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ദില്ലിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഗാന്ധിജിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മഹാത്മാഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത് 5 പ്രാവശ്യമാണ്. അതിൻ്റെ വർഷങ്ങൾ പറയാം: 1920, 1925, 1927, 1934, 1937. ഇങ്ങനെ വരുന്ന 5 പ്രാവശ്യങ്ങളായിട്ടാണ് മഹാത്മാഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത്. ഓൾ ഇന്ത്യൻ ഹരിജൻ സമാജം 1932 സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിജിയാകുന്നു. സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചതും മഹാത്മാഗാന്ധിജിയാകുന്നു. മഹാരാഷ്ട്രയിലെ വാർധ എന്ന സ്ഥലത്ത് 1936 മഹാത്മാഗാന്ധിജി സേവാഗ്രാം ആശ്രമം സ്ഥാപിക്കുന്നത്. ഗാന്ധിയൻ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ അറിയപ്പെടുന്നത് സർവോദയ തത്വങ്ങൾ എന്നാകുന്നു. NSS എന്ന് അറിയപ്പെടുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തന തത്വങ്ങൾ സർവോദയ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. 1937 മഹാത്മാഗാന്ധിജി മഹാരാഷ്ട്രയിലെ വാർധ എന്ന സ്ഥലത്ത് ഒരു വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചു. ഇതിനെ വാർധ പദ്ധതി എന്നറിയപ്പെടുന്നു. ഈ വാർധ പദ്ധതിയിലാണ് ഗാന്ധിജി നെയ്യ് താലീം എന്ന വിദ്യാഭ്യാസ ആശയം അവതരിപ്പിച്ചതും. നെയ്യ് താലീമിൻ്റെ പ്രായോഗിക വശം എന്നത് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസമാകുന്നു. സത്യവും അഹിംസയും 2 ശ്വാസകോശങ്ങളാണെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. നമുക്കിനി ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ ഒന്ന് നോക്കാം. അവയാകുന്നു: അതിൽ ഒന്നാമത്തേതാകുന്നു പ്രക്ഷോഭകാലത്ത് അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കും. രണ്ടാമത്തേതാകുന്നു തീരപ്രദേശത്ത് ഉപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാരെ അനുവദിക്കും. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കും. കൂടാതെ 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാകുന്നു. ദാറ്റ് ഈസ് ഉപ്പ് നിയമലംഘനത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. അതിൽ ഒന്നാമത്തേതാകുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക. 2 കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. 3 വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. 4 രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. 5 സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക.
6. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. 7. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. 8. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. ഗാന്ധി എന്ന സിനിമയുടെ ഡയറക്ടറാകുന്നു റിച്ചാർഡ് ആറ്റൻബറോ. ഈ സിനിമയിൽ ഗാന്ധിയായി അഭിനയിച്ച നടന്റെ പേരാകുന്നു ബെൻ കങ്സ്ലി. ഇനി മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള കുറച്ച് ബുക്സിന്റെ പേര് വായിക്കാം. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് രാമചന്ദ്ര ഗുഹ ആകുന്നു. ഗാന്ധിയും ഗോഡ്സെയും, ഇത് എഴുതിയത് NV കൃഷ്ണവാര്യർ ആകുന്നു. ബാബുജി എൻ്റെ ഗുരുനാഥൻ, ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത് വെള്ളത്തോൾ ആകുന്നു. അതുപോലെ മലയാളത്തിൽ ആദ്യമായി ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് K രാമകൃഷ്ണപിള്ളയാകുന്നു. ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന ഫിലിമിൻ്റെ ഡയറക്ടറാകുന്നു ശ്യാം ബെനഗൽ.